ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സംസാരിക്കുന്നതിലേക്ക്. SFIക്ക് പരാജയമുണ്ടായിട്ടുള്ളൂ. ബാക്കി 8 സീറ്റിലും വിജയിച്ച് ആ കോളേജ് യൂണിയൻ നേടിയത് SFI ആണ്. എന്നാൽ തൊട്ടടുത്ത് MSFന്റെ കോട്ടയായിട്ടുള്ള മറ്റൊരു കോളേജുണ്ട്. ആ കോളേജിൻ്റെ പേര് സിൽവർ കോളേജ് എന്നാണ്. അത് പൂർണ്ണമായിട്ടും ലീഗിൻ്റെയും UDFൻ്റെയും നിയന്ത്രണത്തിലുള്ള കോളേജാണ്. ആ കോളേജിൽ കാലങ്ങളായി വിജയിച്ചിട്ട് വരുന്ന MSFന് KSUവിന് ചില സീറ്റുകളിൽ കനത്ത തിരിച്ചടിയുണ്ടായി. അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ SFI ആണ് വിജയിച്ചത്. അതിനെ തുടർന്ന് അവിടെ അവർ ബോധപൂർവം സംഘർഷമുണ്ടാക്കി കോളേജ് തന്നെ അടിച്ചു തകർക്കുന്ന നില അവിടെ ഉണ്ടായി. അപ്പം അതിൻ്റെ എല്ലാം മറവിൽ UDF ഒരു ഹർത്താലിന് അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. ആ ഹർത്താലിൻ്റെ മറവിൽ പേരാമ്പ്രയിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആളെ ക്രൂരമായി മർദ്ദിക്കുന്നു. സ്വാഭാവികമായിട്ടും പേരാമ്പ്ര പോലൊരു പ്രദേശത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റാൽ ജനങ്ങളാകെ ഇറങ്ങുമല്ലോ. അങ്ങനെ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. LDF ആഹ്വാനം ചെയ്ത പ്രകാരമാണ്, മുൻകൂട്ടി പ്രഖ്യാപിച്ച പ്രതിഷേധമാണ്. ആ പ്രതിഷേധം തടസ്സപ്പെടുത്താൻ വേണ്ടി ഷാഫിയും സംഘവും ഷോയുമായി ഇറങ്ങുകയാണ്. എപ്പോഴാണ് ഷാഫി അവിടെ എത്തുന്നത്? LDFൻ്റെ പ്രകടനം നടന്ന് ആ പ്രകടനത്തിന് നേരെ UDFൻ്റെ ആളുകൾ സംഘർഷമുണ്ടാക്കാൻ പ്രകടനമായി വരുന്നു. പോലീസ് നടുക്ക് നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് പോലീസ് തടയണ്ടേ? അപ്പോൾ LDFൻ്റെ ആളുകൾ പറഞ്ഞു ഷാഫി വരും എന്ന് കേൾക്കുന്നുണ്ട്. ഷാഫി വന്നാൽ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും എന്ന് അറിയാലോ. അപ്പോൾ LDFൻ്റെ ആളുകളെല്ലാം ഷാഫിയുടെ കെണിയിൽ വീഴാതിരിക്കാൻ പിരിഞ്ഞുപോയി, മാറി നിന്നു. ഷാഫി അങ്ങനെ കരുതിയത് പോലീസിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഘർഷമല്ല ഷാഫി ഉദ്ദേശിച്ചത്. ഷാഫി ഉദ്ദേശിച്ചത് LDFൻ്റെ പ്രകടനത്തിന് നേരെ ഇരച്ചു കയറുക, അവിടെ സംഘർഷം ഉണ്ടാക്കുക എന്നായിരുന്നു. പക്ഷെ അത് LDFൻ്റെ പ്രവർത്തകരുടെ ആത്മസമയനം കൊണ്ട് ഷാഫിയുടെ ഈ കാഞ്ഞ ബുദ്ധി തിരിച്ചറിഞ്ഞത് കൊണ്ട് അത് നടന്നില്ല. പിന്നെ അവിടെ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഇപ്പം ചില വീഡിയോ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഷാഫിക്ക് നേരെ ക്രൂരമായ മർദ്ദനമുണ്ടായി എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുക. ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ്. ഷാഫി ഇതിനു മുന്നേയും ഒരുപാട് ഷോ കാണിച്ച ആളാണ്. ഷാഫിയുടെ ഷോ ആണ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. കരുതിക്കുട്ടി അവിടേക്ക് വന്ന് സംഘർഷമുണ്ടാക്കി. CPM പ്രവർത്തകരുമായിട്ട് സംഘർഷമുണ്ടാക്കാനായിരുന്നു പദ്ധതി എന്നാണ് വി കെ സനോജ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആരോപിക്കുന്നത്. പക്ഷേ പോലീസ് നടത്തിയിട്ടുള്ള മർദ്ദനം എന്നുള്ളത് വസ്തുതയാണ്. പോലീസ് മർദ്ദനം നടത്തിയതിനു ശേഷം എന്തിനത് നിഷേധിച്ചു, അതും ഒരു ചോദ്യമാണ്. വലിയ സംഘർഷമാണ് ഇന്നലെ രാത്രി വടകരയിൽ ഉണ്ടായത്. CPM UDF പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം. അതിൽ പോലീസ് നടപടി എടുത്തപ്പോഴാണ്, പോലീസ് നടപടിക്കിടെയാണ് ഷാഫി പറമ്പിൽ MP-ക്ക് ഇന്നലെ പരുക്കേറ്റത്. മൂക്കിന് 2 പൊട്ടലുകളാണുള്ളത്. ഷാഫി ആശുപത്രിയിൽ ചികിത്സയിലാണ്.